സൂര്യപുത്രനായി ജനിച്ചിട്ടും സൂതപുത്രനെന്ന് വിളി കേൾക്കേണ്ടി വന്ന കൗന്ദേയനാണ് കർണൻ. മുറ അനുസരിച്ച് ഹസ്തിനപുരി ഭരിക്കേണ്ടിയിരുന്ന പ്രഥമ പാണ്ഡവൻ, ദാനശീലത്തിൽ അഗ്രഗണ്യൻ. തന്നെ അപമാനത്തിൽ നിന്നു രക്ഷിച്ച ദുര്യോധനനോടുള്ള സൗഹൃദത്താൽ പാണ്ഡവർ സ്വസഹോദരങ്ങളെന്ന കാര്യം മറന്ന് അർജുന നിഗ്രഹത്തിനായി തപം ചെയ്ത രാധേയൻ. ഗുരുശാപത്താൽ അത്യാവശ്യ സമയത്ത് പഠിച്ച പാഠങ്ങൾ മറന്നുപോയി മരണം വരിച്ച പരശുരാമ ശിഷ്യനായിരുന്നു കർണൻ. മഹാഭാരതത്തിലെ ഉജ്ജ്വല കഥാപാത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്തിനർഹനായ കർണന്റെ കഥ. കുന്തിഭോജരാജാവിന്റെ വളർത്തുപുത്രിയായ കുന്തിദേവിയുടെ മൂത്തപുത്രനാണ് കർണൻ. ഒരിക്കൽ ഭോജരാജന്റെ കൊട്ടാരത്തിൽ എഴുന്നള്ളിയ ദുർവാസാവ് മഹർഷിയെ പരിചരിച്ചതിൽ സന്തുഷ്ടനായ അദ്ദേഹം കുന്തിക്ക് 5 വിശിഷ്ട പുത്രസിദ്ധി മന്ത്രങ്ങൾ ഉപദേശിച്ചുകൊടുത്തു. പ്രായത്തിന്റെ ആകാംക്ഷ കാരണം കുന്തി ഈ മന്ത്രം പരീക്ഷിച്ചു നോക്കുവാൻ തന്നെ തീരുമാനിച്ചു. സൂര്യദേവനെ ധ്യാനിച്ച് മന്ത്രം ചൊല്ലി. മന്ത്രപ്രഭാവം ക്ഷണത്തിൽ പ്രകടമായി. അതിതേജസ്വിയായ സൂര്യദേവൻ തോൾവളയും കിരീടവും ദിവ്യാഭരണങ്ങളും അണിഞ്ഞു അവൾക്കു മുന്നിൽ പ്രത്യക്ഷനായി. കുന്തിയോട് സൂര്യദേവൻ താൻ അവളുടെ മന്ത്രാഹ്വാനത്താൽ വശീകൃതനായി എത്തിയതാണെന്നും അതിനാൽ തന്നിൽ നിന്നും ഒരു സന്തതിയെ വേഗത്തിൽ സ്വീകരിച്ചുകൊള്ളാനും ആവശ്യപ്പെട്ടു. ഭയന്നുപോയ കുന്തി താൻ വെറും കൗതുകത്തിനാണ് സൂര്യനെ ആഹ്വാനം ചെയ്തതെന്നും അതിനാൽ അദ്ദേഹം സന്തുഷ്ടനായി മടങ്ങിപ്പോകണമെന്നും കേണപേക്ഷിച്ചു. സൂര്യദേവൻ ഇതുകേട്ട് കോപിഷ്ഠനാവുകയാണുണ്ടായത്. ആഹ്വാനം ചെയ്ത ദേവനെ നിഷ്ഫലമായി തിരിച്ചയക്കുന്നത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിനു തുല്യമാണെന്നും അതിന്റെ ഫലം കൊടുംശാപമായി തന്നിൽ നിന്നും ഏൽക്കേണ്ടതായി വരുമെന്നും. കുന്തിയുടെ പിതാവും മന്ത്രമുപദേശിച്ച മുനിവര്യനും അതിന്റെ തിക്തഫലം അനുഭവിക്കുമെന്നും സൂര്യൻ പറഞ്ഞു. ഭയന്നുപോയ കുന്തി സൂര്യദേവനോട് താൻ കന്യകയാണെന്നും തന്റെ കന്യകാത്വം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നിൽ പുത്രോത്പാദനം ചെയ്തുകൊള്ളാനും അങ്ങനെയുണ്ടാകുന്ന പുത്രൻ തികഞ്ഞ ധർമ്മിഷ്ഠനും ജന്മനാൾ കവചകുണ്ഡലങ്ങളോട് കൂടിയവനുമായിരിക്കണമെന്നു അപേക്ഷിച്ചു. സൂര്യദേവൻ അത് സ്വീകരിക്കുകയും യോഗബലത്തോടെ കുന്തിയിൽ പ്രവേശിച്ചു പുത്രോത്പാദനം ചെയ്യുകയും ചെയ്തു. തുടർന്നു കുന്തിക്കുണ്ടാകുന്ന പുത്രൻ സർവ്വശസ്ത്രപ്രവരന്മാരിലും വച്ച് ഉന്നതനായിരിക്കുമെന്നും കുന്തി കന്യകയായി തുടരുമെന്നും അനുഗ്രഹിച്ച ശേഷം തിരിച്ചുപോയി. ഗർഭിണിയായ കുന്തിദേവി അപമാനഭയത്താൽ ആരോരുമറിയാതെ ഒരു തോഴിയുടെ സഹായത്താൽ പ്രസവിച്ചു. കവചകുണ്ഡലങ്ങളോടുകൂടിയ ഒരു ആൺകുഞ്ഞായിരുന്നു അത്. ആ ചോരക്കുഞ്ഞിനെ ഒരു പേടകത്തിലാക്കി ഗംഗാനദിയിൽ ഒഴുക്കുകയും ചെയ്തു. കവചകുണ്ഡലങ്ങൾ ഉള്ള കാലത്തോളം ഇവനെ ആർക്കും വധിക്കാൻ കഴിയില്ല എന്ന് ജനനസമയത്ത് സൂര്യദേവൻ അരുളിച്ചെയ്തിരുന്നു. ജന്മനാ കവചകുണ്ഡലങ്ങളോടു കൂടിയുള്ള ആ പിഞ്ചുകുഞ്ഞിനെ കുത്തിയൊഴുകുന്ന നദിയിൽ നിന്നും ഹസ്തിനപുരത്തിലെ തേരാളിയായ അതിരഥൻ രക്ഷിച്ചു. അദ്ദേഹവും ഭാര്യയായ രാധയും ആ കുഞ്ഞിനെ എടുത്തു വളർത്തി. അങ്ങനെ രാധേയൻ എന്ന പേരിലും സൂതപുത്രൻ എന്ന പേരിലും കർണൻ അറിയപ്പെട്ടു. സ്വർണകുണ്ഡലങ്ങളോട് കൂടിയവനും സുവർണശോഭയോട് കൂടിയവനും തേജോമയനുമായ ആ ശിശുവിനെ കണ്ടു മഹാബ്രാഹ്മണർ അവനെ വസുഷേണൻ എന്ന് നാമകരണം ചെയ്തു. മാനഭയത്താൽ കുന്തി തന്റെ കർണത്തിലൂടെ പ്രസവിച്ചതിനാൽ കർണൻ എന്ന പേര് നൽകി എന്നൊരു വാദം കൂടി നിലവിലുണ്ട്. കർണന് ആയുധ ധനുർവിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനായി ഭീഷ്മ നിർദ്ദേശപ്രകാരം കൗരവ ഗുരുവായ ദ്രോണരുടെ അടുക്കൽ എത്തിച്ചു. പ്രിയ ശിഷ്യനായ അർജുനനേക്കാളും കേമനവാതിരിക്കാൻ ബുദ്ധിശാലിയും വിവേകിയും സൂതപുത്രനുമായ കർണന് ദ്രോണർ ബ്രഹ്മാസ്ത്ര വിദ്യ ഉൾപ്പെടെ പല വിദ്യകളും പറഞ്ഞുകൊടുത്തിരുന്നില്ല. സൂതപുത്രൻ എന്ന അവഗണന പാണ്ഡവർക്കൊപ്പം ദ്രോണരും കർണനോട് കാണിച്ചിരുന്നു. നിരാശനായ കർണൻ പരശുരാമനോട് ശിഷ്യപ്പെടാൻ തീരുമാനിച്ചു. ക്ഷത്രിയ വിരോധിയായ ഭൃഗുരാമന്റെ അരികിൽ ബ്രാഹ്മണനെന്ന ഭാവേനയാണ് കർണൻ ശിഷ്യനായെത്തിയത്. എല്ലാം കൊണ്ടും മിടുക്കനായ കർണനെ സകല വിദ്യകളും പരശുരാമൻ അഭ്യസിപ്പിക്കുന്നു. ഒരിക്കൽ പരശുരാമൻ പ്രിയ ശിഷ്യനായ കർണന്റെ മടിയിൽ തലവച്ച് മയങ്ങുകയായിരുന്നു. അപ്പോൾ എങ്ങുനിന്നോ വന്ന ഒരു വണ്ട് കർണന്റെ തുടയിലൂടെ തുളച്ചു കയറാൻ തുടങ്ങി. താൻ കാൽ അനക്കിയാൽ ഗുരുവിന് നിദ്രാഭംഗം വരുമെന്ന് ഭയന്ന് കർണൻ വേദന സഹിച്ച് അനങ്ങാതെയിരുന്നു. കർണന്റെ രക്തം തന്റെ മുഖത്ത് വീണപ്പോൾ പരശുരാമൻ നിദ്ര വിട്ട് എഴുന്നേറ്റു. രക്തം ഒലിപ്പിച്ചു നിൽക്കുന്ന കർണനെ നോക്കി ഗുരു ചോദിച്ചു, "നീ ആരാണ്?" "ഒരിക്കലും ഒരു ബ്രാഹ്മണനല്ല. ഇത്ര വേദന സഹിക്കാൻ ഒരു ക്ഷത്രിയനെ സാധിക്കൂ." ഡബിൾ ക്വോട്ട് കുത്ത്. കർണൻ തന്റെ വൃത്താന്തമെല്ലാം പരശുരാമനോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ക്ഷമിക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം കർണനെ ശപിച്ചു. പരശുരാമന്റെ ശാപം ഇങ്ങനെയാണ്: ചതിച്ചു പഠിച്ച വിദ്യ മരണസമയമെടുക്കുമ്പോൾ, നിനക്ക് തുല്യനായ എതിരാളിയോട് ഏറ്റുപൊരുതുമ്പോൾ ഓർമ്മയിൽ വരില്ല. ഈ ശാപമാണ് പിന്നീട് ഫലിക്കുന്നത്. പാണ്ഡുപുത്രന്മാരുടെയും ധൃതരാഷ്ട്രപുത്രന്മാരുടെയും ആയുധവിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ അവർക്കോരോരുത്തർക്കുമുള്ള സാമർഥ്യം പരീക്ഷിച്ചറിയുവാൻ വേണ്ടി ഒരു ആയുധ പരീക്ഷ ഭീഷ്മാചാര്യർ ഏർപ്പാടു ചെയ്തു. രാജകുമാരന്മാർ എല്ലാപേരും അവരവരുടെ കഴിവുകൾ കാഴ്ചവച്ചു. അർജുനന്റെ ധനുർവിദ്യാ പാടവം സദസ്സിനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്യന്തം തേജസ്വിയും കരുത്തനുമായ ഒരു യുവാവ് ജന്മസിദ്ധമായ ഉജ്ജ്വലകവചം ധരിച്ചു. കർണഭൂഷണങ്ങളുമണിഞ്ഞു വില്ലും വാളും ധരിച്ചു കാൽനടയായി മടികൂടാതെ ഗൗരവത്തിൽ നടന്നെത്തുന്നത് കണ്ടു. അത് കുന്തിയുടെ മൂത്തപുത്രനായ കർണനായിരുന്നു. തുടർന്ന് ദ്രോണാചാര്യരുടെ അനുമതിയോടെ കർണൻ രംഗത്തു കയറി അർജുനൻ ചെയ്ത അതേ അഭ്യാസങ്ങൾ കാഴ്ചവച്ചു.
അർജുനനേക്കാൾ സമർത്ഥമായി ധനുർവിദ്യ പ്രകടിപ്പിച്ച കർണനെ സദസ്യർ ഹസ്താരവം മുഴക്കി സ്വീകരിച്ചു. ദുര്യോധനൻ ഇത് ദർശിച്ചു പുളകിതനാകുകയും രംഗത്ത് വന്നു കർണനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പാണ്ഡവർക്ക് കർണന്റെ പ്രവൃത്തി ഒട്ടും ബോധിക്കുന്നില്ല. ഭീമനും അർജുനനും കർണനെ പരിഹസിക്കുന്നു. അപ്പോൾ കൃപാചാര്യർ ഇടപെട്ടു. കൃപാചാര്യർ അർജുനന്റെ കുലവും ഗോത്രവും മാതൃപിതൃ പരമ്പരയുമെല്ലാം ശരിയായി വിശദീകരിച്ചു. എന്നിട്ട് കർണനോട് അദ്ദേഹത്തിന്റെ കുലവും ഗോത്രവും പറയുവാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഇതുകേട്ട് കർണൻ ലജ്ജിതനായി നിൽക്കുമ്പോൾ ദുര്യോധനൻ ഇടപെടുകയും കർണന് അംഗരാജ്യം പ്രദാനം ചെയ്തു രാജാവാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ കർണനെ അപമാനത്തിൽ നിന്നും രക്ഷിക്കുന്നു. തന്റെ പുത്രനായ കർണനാണ് ഈ വന്ന യോദ്ധാവെന്ന് മനസ്സിലായ കുന്തി വികാരാതിഖേദത്താൽ ബോധരഹിതയാവുന്നു. ഈ സംഭവത്തോടെ ദാനശീലനും സദ്ഗുണങ്ങളും സദാചാരമര്യാദകളും ജന്മം കൊണ്ട് ഉത്കൃഷ്ടനുമായിരുന്ന കർണൻ ദുര്യോധനന്റെ ആത്മമിത്രമായി. അതേസമയം ഇത് കർണനെ പാണ്ഡവരുടെ ശത്രുവുമാക്കി തീർത്തു. ആപത്തിൽ അഭിമാനം കാത്ത ആത്മമിത്രമായ ദുര്യോധനന്റെ ഏതു ദുഷ്ടപ്രവർത്തിക്കും വാഗ്ദാനത്തിന്റെ പേരിൽ കർണന് കൂട്ടുനിൽക്കേണ്ടതായി വന്നു. ദ്രുപദരാജാവിന്റെ പുത്രിയായ പാഞ്ചാലിയുടെ സ്വയംവരം നിശ്ചയിക്കപ്പെട്ടപ്പോൾ കൗരവരോടൊപ്പം കർണനും സ്വയംവരവേദിയിലെത്തി. സ്വയംവര മത്സര പരീക്ഷ ജയിക്കുവാൻ ഒരാൾക്കുമായില്ല. തുടർന്നുള്ള കർണന്റെ വരവിനെ വ്യാസമുനി വർണ്ണിക്കുന്നതിങ്ങനെയാണ്. രാജാക്കന്മാർ ഇങ്ങനെ ആർത്തിപ്പെട്ടു നിൽക്കുമ്പോൾ എല്ലാ നൃപന്മാരെയും ഒന്ന് നോക്കിയിട്ട് വില്ലാളിയായ കർണൻ സ്വതസിദ്ധമായ ഗാംഭീര്യത്തോടെ നടന്നുചെന്ന് വില്ലെടുത്തു കുലയേറ്റി കൂസലില്ലാതെ 5 അസ്ത്രങ്ങൾ തൊടുത്തു. ആ അർക്കപുത്രൻ അഗ്നിയെപ്പോലെയും സോമനെപ്പോലെയും അർക്കനെപ്പോലെയും ശോഭിച്ചു. ആ നിലയിൽ കർണനെ കണ്ടയുടനെ ദ്രൗപദി ഉച്ചത്തിൽ വിളിച്ചാർത്തു, സൂതനെ ഞാൻ വരിക്കില്ല. ഈ വാക്കുകൾ കേട്ട് അമർഷത്തോടും ഹാസത്തോടും കൂടി കർണൻ സൂര്യനെ ഒന്ന് നോക്കിയിട്ട് കുലച്ച വില്ല് താഴെയിട്ട് തിരികെ പോന്നു. ധർമ്മിഷ്ഠനായിട്ടും ദുര്യോധനനോടുള്ള സ്നേഹത്താൽ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് കർണൻ മൗനം പാലിക്കുകയാണുണ്ടായത്. പാണ്ഡവരെ ചൂതിൽ തോൽപ്പിച്ചു കാട്ടിലച്ച ശേഷം ദുര്യോധനൻ മഹത്തായ ഒരു യജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു. രാജസൂയത്തെക്കാളും ശ്രേഷ്ഠമായ വൈഷ്ണവയാഗം എന്നൊരു യജ്ഞമുണ്ട്. അതിനായി ഭൂമിയിലെ സർവ്വരാജാക്കന്മാരെയും യുദ്ധത്തിൽ വിജയിച്ചു ധനം സ്വരൂപിക്കുകയും ഭൂമണ്ഡലത്തിൽ സർവർക്കും മേലെ അധികാരം ഉറപ്പിക്കുകയും വേണ്ടതാണ്. അതിശക്തനായ ഒരു രാജാതിരാജന് മാത്രമേ വൈഷ്ണവയാഗം ഇത്തരത്തിൽ ചെയ്യുവാൻ സാധിക്കൂ. അങ്ങനെ ചിന്താമഗ്നനായിരിക്കുന്ന വേളയിൽ ദുര്യോധനനെ സഹായിക്കാനായി കർണൻ മുന്നോട്ടു വന്നു. താൻ ദുര്യോധനനു വേണ്ടി ഭൂമിയിലുള്ള സർവ്വരാജാക്കന്മാരെയും കീഴടക്കാമെന്നു കർണൻ ഉറപ്പുകൊടുത്തു. കർണന്റെ വീര്യത്തിൽ വിശ്വാസമുള്ള ദുര്യോധനൻ അതിനു അനുമതി നൽകി. ലോകത്തുള്ള സകല രാജാക്കന്മാരെയും കർണൻ തോൽപ്പിച്ചു ദുര്യോധനന് കീഴിലാക്കി. ആ സൗഹൃദം ഒന്നുകൂടി ദൃഢമായി. പാണ്ഡവരുടെ അജ്ഞാതവാസം അവസാനിച്ചു. പാതി രാജ്യത്തിനായി കൗരവരോടപേക്ഷിക്കാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ദൂതുമായി ഹസ്തിനപുരിയിലെത്തുന്നു. സൂചികുത്താൻ പോലും ഇടം കൊടുക്കില്ല എന്ന ദുര്യോധനാദികളുടെ പ്രതിജ്ഞയ്ക്ക് കർണനും കൂട്ടുനിൽക്കുന്നു. ദൂതിനുശേഷം കുന്തിക്കരികിലെത്തുന്ന കൃഷ്ണൻ കുന്തിയുടെ അഭ്യർത്ഥന പ്രകാരം കർണനരികിലെത്തുന്നു. താൻ കൗന്ദേയനാണെന്നും പാണ്ഡവ ജ്യേഷ്ഠനാണെന്നും കർണനെ ഭഗവാൻ അറിയിക്കുന്നു. തന്റെ കൂടെ പാണ്ഡവ പക്ഷത്തേക്ക് വരുവാനും കർണനെ താൻ രാജാവായി വാഴിക്കാമെന്നും. പാണ്ഡവരും അഭിമന്യുവും ഇതറിഞ്ഞാൽ കർണന്റെ കാൽക്കൽ വീണു വണങ്ങുമെന്നും ശ്രീകൃഷ്ണൻ കർണനോട് പറഞ്ഞു. അദ്ദേഹത്തെ മോഹിപ്പിക്കുവാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ ആപത്തുകാലത്ത് സുഹൃത്തായ ദുര്യോധനനെ കൈവിടുന്നത് ശരിയല്ലെന്നും അത് കൊടിയ അധർമ്മമാണെന്നും കർണൻ വാദിച്ചു. ദുര്യോധനനെ കൈവിട്ടിരുന്നെങ്കിൽ കർണൻ കൊടുമ്പാപിയാകുമായിരുന്നു. തന്നെ ഊണിലും ഉറക്കത്തിലും വിശ്വസിക്കുന്ന സുഹൃത്തായ ദുര്യോധനനുവേണ്ടി മരിക്കുകയെന്നത് കർണന്റെ ധർമ്മമായിരുന്നു. അവിടെ ദുര്യോധനന്റെ അധാർമികതയൊന്നും ചിന്തനീയമല്ല. പക്ഷെ തന്നെ സഹോദരനെപ്പോലെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദുര്യോധനനെ ആപത്തിൽ കൈവിടുവാൻ കർണന്റെ ധാർമ്മികത അനുവദിക്കുന്നില്ല. കൂടാതെ അതിവിശാലമായ കുരുരാജ്യം കൃഷ്ണൻ വച്ച് നീട്ടിയിട്ടും കർണൻ അത് സ്വീകരിക്കുന്നില്ല. കുരുക്ഷയുദ്ധം തീരുമാനിക്കപ്പെട്ട വേളയിൽ ഒരു ദിവസം കുന്തിദേവി കർണനു മുൻപിൽ വന്ന് കർണൻ അവരുടെ മകനാണെന്നും പാണ്ഡവരുടെ ജ്യേഷ്ഠനാണെന്നും വെളിപ്പെടുത്തി. എന്നാൽ സുഹൃത്തായ ദുര്യോധനനെ കൈവിടാൻ തയ്യാറല്ലെന്നും മാതാവിനുവേണ്ടി അർജുനൻ ഒഴിച്ചുള്ള ബാക്കി 4 പാണ്ഡവരെ താൻ വധിക്കില്ലെന്നും കർണൻ കുന്തിയെ അറിയിച്ചു. അർജുനൻ മരിച്ചാൽ സകർണന്മാരായ 5 മക്കൾ കുന്തിക്കുണ്ടാകും. മറിച്ച് താനാണ് മരിക്കുന്നതെങ്കിൽ സവ്യസാചിയുൾപ്പെട്ട 5 പുത്രന്മാർ ഭവതിക്കുണ്ടാകുമെന്നു കർണൻ കുന്തിയോട് പറഞ്ഞു. വാസ്തവത്തിൽ കർണന്റെ ജീവിതത്തിലെ സകല ദുരിതങ്ങൾക്കും കാരണക്കാരി മാതാവായ കുന്തിയാണെന്നതാണ് രസകരമായ വസ്തുത. കുന്തി ഉപേക്ഷിക്കയാലാണ് കർണനു ദുര്യോധനന്റെ സഖിയാകേണ്ടി വന്നത്. അല്ലായിരുന്നെങ്കിൽ കർണൻ അടുത്ത രാജ്യാവകാശിയാകുമായിരുന്നു. ആയുധാഭ്യാസ പ്രകടന സമയത്ത് കുന്തിക്ക് കർണനെ മനസ്സിലായിരുന്നു. കർണൻ ജാതീയമായി പാണ്ഡവരാൽ അധിക്ഷേപിക്കപ്പെട്ടിട്ടും തന്റെ മാനത്തെ ഭയന്ന കുന്തി സത്യം വെളിപ്പെടുത്തിയില്ലെന്നത് പ്രത്യേകം ചിന്തനീയമാണ്. യുദ്ധം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയ സമയം മുൻപ് ഏറ്റിരുന്ന ബ്രാഹ്മണ ശാപത്താൽ അമ്പെയ്ത്തു പഠിക്കുന്ന നേരത്ത് ലക്ഷ്യത്ത് കൊള്ളാതെ ഒരു ബ്രാഹ്മണന്റെ പശുവിന്റെ മേൽ കൊണ്ട് ആ പശു കൊല്ലപ്പെടുന്നു. ആ സാധുബ്രാഹ്മണന് കർണനെ വെറുതെ വിട്ടില്ല. നിന്റെ രഥം ഒരു യുദ്ധത്തിനിടയിൽ ചെളിയിൽ താഴ്ന്നുപോകട്ടെ എന്ന് ശപിച്ചു.
കർണന്റെ രഥം ചെളിയിൽ താണുപോകുന്നു. അതേ തുടർന്ന് ധർമ്മത്തെ മുൻനിർത്തി ഏറ്റുമുട്ടൽ തത്കാലം നിർത്തിവയ്ക്കാൻ കർണൻ അർജുനനോട് ആവശ്യപ്പെടുന്നു. ഭഗവാൻ കൃഷ്ണൻ പക്ഷേ അപ്പോൾ കർണന്റെ ധർമ്മത്തെ ചോദ്യം ചെയ്യുന്നു. ഭീമനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചപ്പോഴും അരക്കില്ലത്തതിലിട്ട് പാണ്ഡവരെ വധിക്കാൻ ശ്രമിച്ചപ്പോഴും ശകുനി കള്ള പകിടയിൽ ചൂത് കളിച്ചപ്പോഴും രജസ്വലയായ പഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോഴും നിന്റെ ധർമ്മം എവിടായിരുന്നു എന്ന് കൃഷ്ണൻ ചോദിക്കുന്നു. ഇപ്പോഴല്ലാതെ പിന്നൊരിക്കൽ കർണനെ കൊല്ലാനാവില്ലെന്നറിയാവുന്ന കൃഷ്ണൻ ഉടൻ തന്നെ കർണനെ വധിക്കാൻ അർജുനനെ ഉപദേശിക്കുന്നു. തുടർന്ന് നടന്ന യുദ്ധത്തിൽ അർജുനനെ വജ്രസമാനമായ ഒരസ്ത്രത്താൽ മോഹാലസ്യപ്പെടുത്തിയ ശേഷം കർണൻ താണുപോയ തന്റെ രഥചക്രമുയർത്താനായി വിജയമെന്ന വില്ല് താഴെ വച്ചിട്ട് ഉദ്യമിക്കുന്നു. ഈ സമയം സാരഥിയായ ശ്രീകൃഷ്ണൻ അർജുനനെ ശീതോപചാരം ചെയ്തു ഉണർത്തുകയും നിരായുധനായി തേരിയർത്തുന്ന കർണനെ വധിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. അർജുനനെതിരെ പ്രയോഗിക്കേണ്ട അസ്ത്രവിദ്യ മന്ത്രം പരശുരാമ ശാപഫലമായി ആ സമയം കർണൻ മറന്നുപോകുന്നു. തുടർന്ന് അർജുനൻ ആഞ്ജലികം എന്ന അസ്ത്രത്താൽ നിരായുധനായ കർണന്റെ ശിരസ്സറുക്കുന്നു. കർണന്റെ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യ തേജസ് സൂര്യനിലേക്ക് പോയി ചേരുന്നു. കർണവധം കഴിഞ്ഞ് പാണ്ഡവർ വിജയാഹ്ലാദം നടത്തുന്നു. കർണനെ ഭയന്ന യുധിഷ്ഠിരൻ 13 കൊല്ലം ശരിക്കുറങ്ങിയിരുന്നില്ലെന്ന് അദ്ദേഹം തന്നെ കർണവധം നടന്ന ദിവസം പറയുന്നുണ്ട്. കർണന്റെ മരണത്തിൽ ഹൃദയം നുറുങ്ങിയ വേദനയിലും കുന്തി സംയമനം പാലിക്കുന്നു. പിന്നീട് കുരുക്ഷേത്ര യുദ്ധാനന്തരം മരിച്ചുപോയ ഗുരു കാരണവന്മാർക്കും ബന്ധുജനങ്ങൾക്കും പാണ്ഡവർ ഗംഗാതീരത്ത് വച്ച് ബലിതർപ്പണം നടത്തുന്ന അവസരത്തിൽ കുന്തി പാണ്ഡവരോട് കർണന്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തുന്നു. സത്യമറിഞ്ഞ പാണ്ഡവർ കർണനെയോർത്തു അതീവമായി ദുഃഖിക്കുകയും ബലിതർപ്പണങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം മേലിൽ സ്ത്രീകൾക്ക് രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവില്ലാതെ പോവട്ടെ എന്ന് യുധിഷ്ഠിരൻ കുന്തിയെ ശപിക്കുന്നുണ്ട്. പിന്നീട് കർണഭാര്യ വൃഷാലിയെയും യുദ്ധത്തിൽ മരിക്കാതെ അവശേഷിച്ച കർണപുത്രനായ വൃഷകേതുവിനെയും പാണ്ഡവർ കണ്ടെത്തുകയും അവരെ സംരക്ഷിക്കുകയും വളരെയധികം സ്നേഹിക്കുകയും ചെയ്തു. അർജുനൻ വൃഷകേതുവിനെ പുത്രസമാനം പരിപാലിച്ച് അസ്ത്രവിദ്യ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വീരനും പരാക്രമിയും ദാനശീലനുമായ കർണൻ കഥ ഇവിടെ അവസാനിക്കുന്നു.